ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തു. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. അതിനകത്തോട്ട് ഞാൻ ഒരു 4 സവോള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 കപ്പ് ഇങ്ങ് കോരുവാണേ. അത് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാമേ. ഇനി ആ വഴന്ന് വന്ന സവാളയ്ക്കകത്തോട്ട് ഞാൻ 2 ബേ ലീവ്സ്, ഒരു 10 ഏലയ്ക്ക, 5 ഗ്രാമ്പൂ, 2 തക്കോലം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ 4 ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അതിനുശേഷം ഞാൻ 1 കിലോ ചിക്കൻ ഇവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ശേഷം ഞാൻ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കും, ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണ്. വേണമെങ്കിൽ ബാക്കി അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. ഞാനാണെങ്കിൽ മുമ്പ് ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു 3-4 ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ അതിനകത്തോട്ട് ഒരു 1.5 തക്കാളി അരിഞ്ഞിടുവാണേ. അതിനുശേഷം ഒരു 3-4 പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞിടുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാല ഇടുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 5-6 വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണവും കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബിരിയാണി മസാല ഉള്ളത് കൊണ്ടാണ് ഞാൻ ബിരിയാണി മസാല ഇട്ടത്. നിങ്ങൾക്ക് ബിരിയാണി മസാല ഇട്ടെങ്കിൽ ഒരു ശകലം ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാമേ. ചൂടൊന്ന് വേവട്ടെ. ഞാനാണെങ്കിൽ നമ്മുടെ ബസ്മതി റൈസ് ഒരു 4.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി അരമണിക്കൂർ കുതിർത്ത ശേഷം ഒന്ന് വാർത്ത് വെച്ച് ഒന്ന് അരിപ്പയ്ക്കകത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്തോട്ടൊരു ഹാഫ് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് മസാലയെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അന്നേരം ഞാൻ അത് ഇപ്പം ഞാൻ എടുത്തത് 4.5 ഗ്ലാസ് ബസ്മതി റൈസ്. അതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് ഡ്രൈ ആണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 5 ഗ്ലാസ്സാണ്. ഓൾറെഡി നമ്മൾ അരിച്ച് വെച്ചേക്ക് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇത് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കാമേ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേണേൽ അന്നേരം ഉപ്പ് ഒഴിച്ച് കൊടുക്കാമേ. ഇപ്പോൾ അതിനകത്തോട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. 4.5 ഗ്ലാസ് ആയിരിക്കും ഞാൻ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുവാണ്. ബിരിയാണിയുടെ വെള്ളം അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വാർത്ത് വെച്ചേക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടി കൂട്ടി ഞാൻ ഇളക്കുന്നുണ്ട്. പിന്നെ ഞാൻ മസാല ഇട്ട് കൊടുത്തപ്പോഴേ ഒരു കപ്പ് തൈര് കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അരി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാമേ. ഇനി ഒന്നുകൂടെ അരി ഒന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാമേ. പിന്നെ 2 മല്ലിയിലയും കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരി ചെറുതായിട്ട് തിളച്ച് തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീരോ വിനാഗിരിയോ ഒഴിച്ച് കൊടുക്കാമേ. അപ്പം അരി ഇങ്ങനെ കൂട്ടി മുട്ടത്തില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ റൈസ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ വെന്തോ ഇല്ലയെന്ന്. ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ ദമ്മിലിടാമേ. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സവാള നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തൊന്ന് നിങ്ങൾക്ക് വേണേൽ സാഫ്രോൺ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇച്ചിരി മല്ലിയിലയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഇത് ദമ്മിലിടാമേ. ദമ്മിലിടാൻ വേണ്ടി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചെറിയ സിമ്മിൽ ഒരു 10 മിനിറ്റ് വെക്കുവാണേ. ഞാൻ നമ്മുടെ ചപ്പാത്തി പലക ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ച് സിമ്മിലൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് സിമ്മിൽ നമുക്ക് വേവിക്കാമേ. പിന്നെ നമ്മുടെ സിമ്മിൽ ആ വേവുന്ന നേരം കൊണ്ട് ഞാൻ ഈ പാത്രം മാത്രമേ ഈ ബിരിയാണിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഒരു പാത്രം ഉപയോഗിച്ചിട്ടില്ല. ഇത് ഷെഫ് ലൈൻ്റെ ഒരു വർക്ക് പാനാണ്. ഇതെൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അവൾക്ക് വേണ്ടി ഈ ബിരിയാണി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ കൂടുതൽ സമയം ദമ്മിലിടാം. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് വരും. ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ബിരിയാണി ഞാൻ സെർവ് ചെയ്യാനായിട്ടൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം. ഞാൻ ഒത്തിരി പാത്രങ്ങളൊന്നുമില്ല. അത് ഈ ഒരേ ഒരു പാത്രത്തിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു കുറേ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരേ ഒരു പാത്രം ഉപയോഗിച്ച് നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട്. താങ്ക് യു.